ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിൽ നല്ലൊരു കിടിലൻ റെസിപ്പി കൂടിയുണ്ട്. ബറാത്ത് സ്പെഷ്യൽ ഒരു വിഭവമാണ്. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വ്ളോഗ് മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കെന്നാൽ ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. പതിവ് പോലെ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും ഇപ്പോൾ ഇവിടെ കുഴപ്പമില്ല. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ മുമ്പ് ചെയ്തിരുന്ന പണികളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ മോളാണ്. മാഷാ അല്ലാഹ്. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ കൊണ്ട് കുക്കിങ്ങൊക്കെ ചെയ്യിപ്പിച്ചുകൂടെയെന്ന്. കുക്കിംഗ് ഒഴികെ ബാക്കി എല്ലാ പണികളും അവൾ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം ഞാൻ മുമ്പൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ അതിൽ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 3-4 പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ പ്രാർത്ഥനകളും മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ലേ, അതൊന്നും ഇതിലൊന്നും കണ്ടില്ലല്ലോ എന്ന്. അതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അതൊന്നും ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിച്ചാൽ അതിൻ്റെ ആ ഒരു നന്മ പോകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ വീഡിയോസിൽ ഷെയർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഷെയർ ചെയ്യാത്തത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പച്ചമഞ്ഞൾ പൊടിച്ചിട്ടുള്ള പൊടിയും അതിൻ്റെ കൂടെ ഞാനിപ്പോൾ തൈരാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു പച്ചമഞ്ഞൾ പൊടിയും അതുപോലെ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടാണ് മുഖത്തിടേണ്ടത്, മുഖത്ത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിപ്പോൾ എനിക്കും റീനും മൂത്ത ആൾക്കും കൂടി തേക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. പക്ഷേ ആദ്യം തേച്ച് കൊടുക്കുന്നത് റോസൂനാണ്. അവൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് തേക്കാൻ. ഒരു 10-15 മിനിറ്റ് മുഖത്തിട്ടിട്ട് പിന്നെ കഴുകി കളയുക ഒരു ഇളം ചൂടുവെള്ളത്തിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ റോസിൻ്റെ മുഖത്ത് ഇത് തേച്ച് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ഈ ഒരു സംഭവം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബറാത്ത് സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പം ഇത് കൊഴുക്കട്ട വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മുടെ എലയുടെ അതൊക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിയെന്നുള്ളൂ. കോക്കനട്ട് റൈസ് കേക്ക്സ് എന്നുള്ളൊരു പേര് ആണ് ഞാൻ അതിനിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് ആ ഒരു സെയിം മെഷർമെൻറ്റിൽ തന്നെ വെള്ളം എടുക്കുക. കുറച്ചുകൂടെ കൂടുതൽ എടുത്താൽ കുഴപ്പമില്ല, ഒരു 1/4 കപ്പും കൂടി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ വെള്ളം അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പനഞ്ചക്കരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇത് 2 ഏലക്കയും കുറച്ച് പൊടിയും കൂടി ചേർത്തിട്ട് ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഒരു 1/4 കപ്പിലും കുറവ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അതിലേക്കും ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം കുറച്ച് കുറവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. വല്ലാണ്ട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല കേട്ടോ. ആ തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് മിക്സായിട്ട് വന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഈ ശർക്കരയുടെയും അതിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെയൊക്കെ അളവ് അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കേണ്ടി വരും അത്രയും ശർക്കരയിലേക്ക് എന്നുള്ളത്. അപ്പം അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തതും എടുത്തിട്ടുണ്ടാകും. ഇതിനൊന്നും ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് വേണമെന്നില്ല, അതൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് ആ ഒരു വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റിക്കോട്ടെ, വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട. അപ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പെട്ടെന്ന് ശർക്കര ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് പെട്ടെന്ന് തേങ്ങ ഇട്ടിട്ട് അപ്പം തന്നെ എടുത്ത് മാറ്റരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ എടുത്ത് മാറ്റരുത്. കുറച്ചൊന്ന് ഈ തേങ്ങ ഈ ശർക്കരയും കൂടി നന്നായിട്ട് കമ്പൈനായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ വെള്ളം ഇവിടെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. വെള്ളം വെട്ടി തിളച്ച പാടെ മാത്രമേ നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പൊടി ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ
അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ, വെള്ളം തിളയ്ക്കാതെ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് ഞാൻ പൊടി. 1.5 കപ്പ് വെള്ളവും ഇതിപ്പോൾ ഒരു 1.25 കപ്പ് പൊടിയും ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഒരു 1/4 കപ്പ് എക്സ്ട്രാ വെള്ളം നമ്മൾ ഇതിലേക്ക് എടുക്കണം. എന്നാലേ ആ പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ മാവ് വാട്ടിയെടുക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മളിതും ചെയ്യേണ്ടത്. നൈസ് പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന അതേപോലെ തന്നെയാണ് ഇതിലേക്കുള്ള മാവും റെഡിയാക്കേണ്ടത്. അപ്പം മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കുക കുറച്ച് നേരം. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശർക്കരയും തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു മിക്സ്ചറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്, വല്ലാണ്ട് ഡ്രൈ ആക്കണ്ട. അപ്പം ഇനി നമ്മൾ പത്തിരിക്ക് മാവ് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഇവിടെയും നമ്മൾ മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ അറിയുന്നവർക്കൊക്കെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. പിന്നെ എല്ലാവർക്കും ഈ കൊഴുക്കട്ട അല്ലെങ്കിൽ ഇലയുടെ ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷേപ്പിലൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി അറിയുന്നവരുണ്ടെങ്കിലും സാധാരണ റൗണ്ട് ഷേപ്പിലൊക്കെ അല്ലേ ഉണ്ടാക്കാറ്, അപ്പം ഈ ഒരു ഷേപ്പിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം നമ്മുടെ വാട്ടിയെടുത്തിട്ടുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ കൈ നനച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം, എന്നാലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ചൂടാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കാൻ പറ്റില്ല. ഞാനിതാ ഇങ്ങനെ 2 റോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരെണ്ണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. മറ്റേത് നമുക്കവിടെ കവർ ചെയ്ത് വെക്കാം. പുറത്തിങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും. പിന്നെ നമ്മൾ ഇത് പത്തിരിമാവിൻ്റെ ഒരു പ്രശ്നം അതാണ്. പിന്നെ പത്തിരിപ്പൊടിയുടെ ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ലുലു റൈസ് പൗഡർ തന്നെ കേട്ടോ. അതാണ് നല്ല പത്തിരിപ്പൊടി തന്നെ എടുക്കുക, എന്നാലേ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ ഇത്. അപ്പോൾ ഇതാ ഇങ്ങനെ റോളാക്കി വെച്ചിട്ടുണ്ട്. നല്ല തിന്നാക്കിയിട്ട് റോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. വല്ലാണ്ട് തിന്നാക്കണ്ട, നമുക്ക് ഇങ്ങനെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഇത് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ റൗണ്ടിലാണ്, നിങ്ങൾക്ക് കൊഴുക്കട്ടയുടെ രീതിയിലാണ് വേണ്ടെങ്കിൽ റൗണ്ടാക്കിയിട്ട് ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതിയാകും. അപ്പോൾ കുറച്ച് ഓയിൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ഈ മാവിൽ കുറച്ചൊന്ന് കയ്യിലും മാവിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് പരത്താം. നമ്മൾ റോളിംഗ് പിന്നൊന്നും വെച്ചിട്ട് പരത്തേണ്ടൊന്നും ആവശ്യമില്ല. കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ സൈഡ് നടുവിൽ പ്രസ് ചെയ്യരുത്, സൈഡ് മാത്രം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നടുവിൽ പ്രസ് ചെയ്യുമ്പം നമ്മൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ചെടുക്കാം. ഫില്ലിങ് കണ്ടോ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് പുറത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വളരെ തിന്നാക്കിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തിന്നാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ കുറച്ച് കട്ടിയിൽ എടുക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഇലയുടെയും അതുപോലെ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്നത് ആ മാവ് അധികം പാടില്ല. മാവ് വല്ലാണ്ട് കട്ടിയിൽ വരുമ്പം ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും തിന്നാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ റോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് കട്ടിയിൽ മാവ് എടുക്കാം. പിന്നെ ഫില്ലിങ്ങും ഒരുപാട് വെച്ച് കൊടുക്കരുത്, കുറച്ച് മാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഓയിൽ വെച്ചിട്ട് ഒന്ന് സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ ആ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ആ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, സൈഡിൽ മാത്രമാണ് ഞാൻ ഓയിൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്, ഒന്നും തിന്നാക്കി കൊടുക്കുന്നത്. നടുവിൽ ആക്കി കൊടുക്കുന്നില്ല കേട്ടോ. ആ ഒരു ഫില്ലിങ് വെച്ച് ആ ഒരു ഭാഗത്ത് കട്ടിയിൽ തന്നെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ബറാത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് കൽത്തപ്പം, ഇലട, പൂവട അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആണല്ലോ. അപ്പം ഞാനിന്ന് സെയിം സാധനം തന്നെ ഒന്ന് ഷേപ്പ് ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്ന സംഭവമാണ്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, കാണാൻ നല്ല ഭംഗിയാണ് സംഭവം, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. പക്ഷേ ടൈം എടുക്കുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്നാണെങ്കിൽ റൗണ്ട് ആക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ, ബോൾസ് ആക്കിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഭംഗി ഒന്ന് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ സ്നാക്സൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കത് ഡെക്കറേഷൻ ചെയ്യാനും അതുപോലെ അത് ആ സ്നാക്സിന് മോടി കൂട്ടാനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇവിടെ എപ്പോഴും പറയുന്നതാണ്, വല്ലാണ്ട് മോടി കൂട്ടേണ്ട, ഉള്ളത് മതി, ഉള്ളത് താന്ന് പറയാറ്. ഞാൻ എത്ര ടൈം എടുത്താലും അത് ഭംഗി കൂട്ടാൻ മാക്സിമം നോക്കാറുണ്ട്.
അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് ആവി കൊള്ളിക്കാം. ഒരു 10 മിനിറ്റ് ആവി കൊള്ളിക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ സ്റ്റീമറിൻ്റെ അകത്ത് വാഴയില ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വാഴയില വെച്ചത്. വാഴയിലയിൽ ഞാൻ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാഴയിലയുടെ മണവും കൂടി ഇതിൽ വരും. അപ്പോൾ നല്ലൊരു മണമായിരിക്കും തുറക്കുന്ന സമയത്ത്. അപ്പോൾ വാഴയില ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക, വല്ലാണ്ട് സിൽവർ ഫോയിൽ അലുമിനിയം ഫോയിൽ ഒന്നും വെച്ച് കൊടുക്കണ്ട കേട്ടോ. അത് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റീമറിൽ വെച്ച് കൊടുക്കുക. ശരിക്കും ഇതിന് നമ്മൾ എന്തെങ്കിലും താഴെ വെച്ച് കൊടുക്കേണ്ടൊന്നും ആവശ്യമില്ല, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. എന്നിട്ട് ഞാൻ ആ വാഴയില അതിൻ്റെ മുകളിലേക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു മണം എന്താ പറയുക, അത് വാടി വരുമ്പോഴുള്ള ഒരു മണം ഉണ്ടല്ലോ, അത് ഈ ഒരു സ്നാക്കുമ്മലേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 മുതൽ 8 മിനിറ്റ് വരെയൊക്കെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും റെഡിയാവും, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാകും. വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുക, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാകും. പിന്നെ നമ്മളിത് വാട്ടിയെടുത്തത് കൊണ്ട് വല്ലാണ്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്, വിഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു വിഭവമാണ്, പക്ഷേ ഒട്ടുമിക്ക പേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരുന്നൊരു സംഭവമാണ് നമ്മുടെ ഇലയട, പൂവട, അതുപോലെ കൊഴുക്കട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ഞാനതൊന്ന് ഷേപ്പ് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷേപ്പിലൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. കാണാനും നമുക്ക് എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ വെച്ച് കൊടുക്കാനും ഒരു ഭംഗിയല്ലേ. ഇലയുടെ ഒന്നും ആവശ്യമില്ല. ഇലയുടെ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഇലയൊക്കെ മതിയാകും നമുക്കിങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു ടൂത്ത് പിക്കും കൂടി കുത്തി കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മൾ പക്ഷേ ഗസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതൊരു സ്പെഷ്യലായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബറാത്ത് സ്പെഷ്യൽ വിഭവം റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഇലയുടെ അല്ലെങ്കിൽ കൊഴുക്കട്ടൊക്കെ. അപ്പം ഇവിടെ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. ഇതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ല തിന്നാക്കിയിട്ടാണ് മാവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുറത്തേക്ക് ഇങ്ങനെ ശർക്കര കാണുന്നത്. പക്ഷേ ഇങ്ങനെ തിന്നാക്കി എടുക്കുമ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കട്ടിയിലാകുമ്പോൾ മാവായിരിക്കും നമുക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ കട്ടിയിലാകുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ശർക്കര വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കട്ടിയിൽ റോൾ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അത്രയും സോഫ്റ്റാണ്. മാവൊക്കെ പാകത്തിനാണുള്ളത്, അകത്ത് ഫില്ലിങ്ങും പാകത്തിനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, പെട്ടെന്ന് മുറിഞ്ഞു വരുന്നു. നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്. പിന്നെ നിങ്ങൾ അരിപ്പൊടി എടുക്കുമ്പോൾ പത്തിരിപ്പൊടിയാണ് എടുക്കട്ടോ, പുട്ടുപൊടിയൊന്നും പറ്റില്ല. അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് വേണ്ടത്. ഞാൻ ലുലു റൈസ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ ബറാത്തിൻ്റെ രാവൊക്കെ ആയതുകൊണ്ട് കുറച്ച് പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, നേരം കിട്ടിയില്ല. പിന്നെ മക്കൾ ചെറുതായിട്ട് ഇങ്ങനെ കളിക്കുന്നൊക്കെ ചെറുതായിട്ടൊക്കെ ആ ഒരു വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടോ വ്ളോഗുമായിട്ടോ വരുന്നവരേക്കും ബൈ, താങ്ക് യു.